ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഞാനായിരുന്നെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുയർക്കും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. വിവാദ പ്രസ്താവനയുമായി നരഭോജിയായിട്ടുള്ള ഈ വൃത്തികെട്ട ഉണങ്ങി വരണ്ട ഈ സംഘി. കാരണം ഇവൻ്റെ ബ്ലഡെല്ലാം പോയി, മറ്റേ വർഗീയത പറഞ്ഞ് ബ്ലഡ് മൊത്തം ഊറിപ്പോയി. ഇപ്പം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇറ്റിറ്റാണ് മൂത്രം പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ പാമ്പേഴ്സ് വെച്ചിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോയ കസാരയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തും. ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് ഈ വൃത്തികെട്ട കരിഞ്ഞുണങ്ങിയ സംഖ്യ പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. ഇവരുടെ പേര് പോലും എൻ്റെ നാവ് കൊണ്ട് പറയാൻ ഞാൻ അറയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. എഴുന്നേറ്റ് രണ്ട് കാലേ നിന്ന് ഒരു കീഴ്വായു വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അതോടുകൂടി തീരും. പക്ഷേ ഇവൻ മണ്ണിൽ ലയിച്ചാണല്ലോ, മണ്ണ് പോലും വിഷനിക്തമായി പോകും കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ സ്ത്രീകളെ കുറിച്ചിട്ട് ഈ വൃത്തികെട്ടവും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ. അതായത് 10-18 വയസ്സുള്ള പെൺകുട്ടികളെ അവർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചിട്ടാണ്. മക്കളോ ചെറുമക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ടോണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ കണ്ണും അല്ലെങ്കിൽ ഈ ചിന്താഗതിയും വെച്ചിട്ടായിരിക്കും ആ മക്കളെയും ചെറുമക്കളെയൊക്കെ നോക്കുന്നത്. ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ അവരവിടെ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് ഈ വേട്ടാവളിയിൽ സംഘി വന്നിരുന്നുകൊണ്ട് പറയുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരും മുഴുവനൊന്ന് കാണുക. കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഇതിന് കമൻ്റ് അറിയിക്കുക. ഇങ്ങേരെ കാണാം ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ ഇയാൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെയൊക്കെ നരേന്ദ്രമോദിജി, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തോട് വിയോജിപ്പും എതിർപ്പും നമുക്കുണ്ട്. കാരണം ഇപ്പോൾ ഈ ജന്തർ മന്ദറിലെ ഈ സമരം ഇത്രയും ദിവസം നീണ്ടുപോകാൻ മെയിൻ കാരണക്കാരനായിട്ടുള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ. ആ സമരം തുടങ്ങിയ സമയത്ത് 1-2 ദിവസത്തിനുള്ളിൽ ഇവരെ വിളിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ പണ്ടേ പരിഹരിക്കാമായിരുന്നു. ഇത്രയും നാണം കെടേണ്ട ഒരവസ്ഥ ഈ പാർട്ടിക്ക് ഉണ്ടാകത്തുമില്ലായിരുന്നു. അപ്പം നരേന്ദ്രമോദിജി എന്ന് പറയുന്ന 56 ഇഞ്ച് നെഞ്ചുവിരിവുള്ള നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഗുജറാത്ത് കലാപത്തെ അടിച്ചമർത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഈ കൂറകളുടെ സമരം അടിച്ചമർത്താനൊന്നും പുള്ളിക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലെന്നാണ് ഈ ചോരയും നീരും പറ്റിയ ഈ വൃത്തികെട്ട നരഭോജിയായിട്ടുള്ള ഈ വേട്ടാവളിയൻ കളവൻ സംഘി വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രധാനന്റെ രാജി ഒരു നാണക്കേടായിപ്പോയി അല്ലേ? മോശമായിപ്പോയി. എന്ത് പരിപാടിയാണ് മോദി കാണിച്ചത്? നമ്മൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കാർന്നവർ കയറി രാജിവെക്കാൻ പറയുക, മന്ത്രി പിന്നെ എന്ത് ചെയ്യും? അങ്ങേര് രാജിവെക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങോട്ട് പോയിട്ട് രാജിയോ മറ്റോ വേണോ ചേട്ടാ, ഞാൻ പറയാൻ വരട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെ അല്ലല്ലോ ഈ സംഭവം. ഇവരെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഈ പണ്ടാരം ഈ കേസ് തീർക്കാനായിട്ട് താൻ രാജിവെക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പറയും, അല്ല എന്നാൽ പിന്നെ രാജിയാകാം. ശരി, തീരുമാനിച്ചു. പിന്നെ രാജി എഴുതുക, കൊടുക്കുക, അതൊക്കെ ഒരു ഫോർമാലിറ്റി മാത്രം. ഞാനൊന്ന് തിരിഞ്ഞ് മോദിയുടെ ഭാഗം ആലോചിച്ചു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഭാഗം ഒന്ന് ആലോചിച്ചു. ഞാൻ സമരം ചെയ്ത് 2 മുഖ്യമന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയണമല്ലോ. ഒന്ന് EMS നമ്പൂതിരിപ്പാടായിരുന്നു. 1959 വിമോചന സമരം. അന്നെനിക്ക് തിരിച്ചറിവായി വരുന്നതേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഇങ്ങനെ രാവിലെ സമരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ജാഥസംഗതിയൊക്കെ നടക്കുന്നു. എനിക്ക് കൃത്യം കാര്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ EMSനെ ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടു. അങ്ങനെയാണ് വിമോചന സമരം. അഭിജിത് ദീപ്കെ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ വിക്കറ്റ് EMS നമ്പൂതിരിപ്പാടാണ്. ഈ സമരത്തിൽ ആൻറ്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്ഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം. അവരുടെ ഡീറ്റെയിൽസൊക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു
4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്, ക്ലീൻ. ആജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപം ഓർത്ത് നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഡൽഹിയിലെ പോലെ ഈ 1.5 സ്ക്വയർ കിലോമീറ്ററിലെ കലാപമായിരുന്നില്ല, ബഹളമായിരുന്നില്ല. 14 ജില്ലകൾ ഗുജറാത്തിലെ. ഓൾ വെയർ റൈറ്റ് അഫക്റ്റഡ്. ഹൂ ഹാൻഡിൽ ദാറ്റ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും ഇല്ലാത്ത നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയാണ് അത് ഹാൻഡിൽ ചെയ്തത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽജി പോലും ഒരവസരത്തിൽ മോദിയെ കൈയൊഴിഞ്ഞു. ഞാനിനി എങ്ങനെ ലോകത്തിൻ്റെ മുഖത്ത് നോക്കും എന്ന് അടൽജി ചോദിച്ചു. മോദിയുടെ നെഞ്ച് കീറിപ്പോയൊരു ചോദ്യമായിരുന്നു അത്. കാരണം ആ ചോദ്യം ചെന്ന് തറച്ചത് നരേന്ദ്രമോദിയുടെ നെഞ്ചത്താണ്. അടൽജി അത് ചെയ്തു. അടൽജിയുടെ ആ അവസ്ഥ അങ്ങനെയായിരുന്നു എന്ന് വയ്ക്കുക. പക്ഷേ ഇതൊക്കെ സഹിച്ചവനാണ് മോദി. എന്നിട്ട് നിന്ന് ഓരോ സ്ഥലത്തായിട്ട് ക്രമസമാധാനം പുനഃസ്ഥാപിച്ച്, ഈ മധ്യപ്രദേശ്, രാജസ്ഥാനൊക്കെ അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. മഹാഭാവികൾ 10 പോലീസുകാരെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. ഒരു മനുഷ്യനെ അയച്ചു കൊടുത്തില്ല. അത്രയധികം ഒറ്റപ്പെട്ടു പോയി. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്വാനി മോദിയുടെ കൂടെ ശക്തനായിട്ട് നിന്നു. പിൽക്കാലത്ത് മോദിക്ക് അദ്വാനിയെ എതിർക്കേണ്ടി വന്നു. അത് വേറൊരു കഥ. എന്തു ആയിക്കോട്ടെ, പൊളിറ്റിക്സ് മാറി മാറി വരികയാണ്. ഏതായാലും ഈ പറഞ്ഞ കലാപം, അടിപിടി, ബോംബേർ, ഇതൊക്കെ കണ്ടവനാണ് മോദി. നിങ്ങൾ കേട്ടില്ലേ ഈ പറഞ്ഞത്? ഇവൻ സംഘികൾക്ക് പോലും അപമാനമാണ് കേട്ടോ. ഖത്തറിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഈ പാറ്റകൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുപോലെ പാകിസ്ഥാന്റെ ഇടപെടൽ, ബംഗ്ലാദേശിന്റെ ഇടപെടൽ, പിന്നെ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു, UAP ചുമത്തിയിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നൊക്കെയാണ് ഈ വേട്ടാവളിയൻ, ഈ ചോരയും നീരും വെള്ളവും പറ്റിയിട്ടുള്ള ഈ കരിഞ്ഞുണങ്ങിയ കരുമാച്ചി സംഘി വന്നിരുന്നുണ്ട് കൊണയടിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയല്ല ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തെ അപമാനിക്കുക, നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുക, ഇന്ത്യയിലെ ജനങ്ങളെ അപമാനിക്കുക, ഇതൊക്കെയാണ് ഇവനെ പോലുള്ളവനിക്കൊക്കെ സാധിക്കുന്നത്. സംഘികൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രേക്ഷകരെ, ജാതി മതവും ഒക്കെ മറന്ന് ഇതുപോലുള്ള ക്ഷുദ്രവാണങ്ങളെയൊക്കെ നമ്മൾ നിലക്ക് നിർത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഇവന്മാരെല്ലാം കൂടെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കും. രാജ്യത്തിൻ്റെ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളെ കുറിച്ചിട്ട് ഈ വൃത്തികെട്ടവും പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഇവനെ പോലുള്ളവനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് അടിക്കുന്ന ചില കമൻറ്റോളികളുണ്ട്. അത് ഇയാളെക്കാട്ടിലും ക്ഷുദ്രവാണങ്ങളാണ്. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള കമൻറ്റ് കൊടുക്കണം കേട്ടോ. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ കലാപം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കലാപമാണ് ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 2000-ഓളം വരുന്ന കൊന്നൊടുക്കിയ ഒരു കലാപമാണ്. ആ കലാപത്തെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഇവൻ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ മനുഷ്യനുമല്ല, ഇവൻ മൃഗത്തിന് പോലും ഉണ്ടായതല്ല, ഇവൻ മറ്റു വേറെ എന്തോ ക്ഷുദ്ര ജീവിയാണെന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളിനി ഓർക്കരുതെന്ന് പോലും ചിന്തിക്കുന്ന ഒരു വിഷയം അത് പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കുന്ന ഇവനെ പോലുള്ള ചെറ്റകൾ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്. ഞാൻ തൽക്കാലം എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇപ്പോഴവരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.